2 ദിവസം മതി നമുക്ക് തയ്യാറാക്കാൻ. കാരണം അതിന്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. അതായത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അങ്ങ് അടുത്ത്. അപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ വൈൻ തയ്യാറാക്കുന്ന പറഞ്ഞാൽ 2 ദിവസം മതി നമുക്ക് തയ്യാറാക്കാൻ. ഇതിപ്പം കഴുകി വൃത്തിയാക്കിയ 1 കിലോ മുന്തിരിയ. അതിപ്പം കുരുവില്ലാത്തതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കറുത്ത മുന്തിരി. അതുകൊണ്ട് നമുക്ക് നല്ല കളർ കിട്ടും. ഇപ്പോൾ 1 കിലോ മുന്തിരിക്ക് നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാര 750 ഗ്രാമാണ്. പിന്നെ അത് 1 കിലോ വരെ എടുക്കുന്നവരുണ്ട്. അത് അവരവരുടെ ചോയ്സ് അനുസരിച്ച്, മധുരത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അത് നോക്കാവുന്നത്. നമ്മുടെ വൈന് വേണ്ടി നമ്മൾ ഇടാനുള്ള ഐറ്റംസാണിത്. തക്കോലം 1 പീസ്, ജാതിപത്രി, കറുവപ്പട്ട, 4 ഗ്രാമ്പ്, ഒരു 5 ഏലക്ക. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട്, വൈനിൽ ആഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ നമ്മൾ 1 കിലോ മുന്തിരിയുടെ വൈനാണ് തയ്യാറാക്കുന്നത്. പക്ഷേ നല്ല ശുദ്ധമായ പച്ചവെള്ളം ഒരു 1.5 ലിറ്ററാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. നമ്മൾ വൈൻ തയ്യാറാക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തേക്കുന്നത്. ഒരു കാരണവശാലും അലൂമിനിയത്തിൻ്റെത് എടുക്കരുത്, കാരണം അത് പ്രവർത്തനം അതുമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട്. 1 കിലോ മുന്തിരി ദാണ്ട പാത്രത്തിലോട്ട് ഇടുക. മുന്തിരിയുടെ കൂടെ ഏലക്കായും ഗ്രാമ്പും പട്ട എല്ലാം കൂടി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഒരു 1.5 ലിറ്റർ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം എല്ലാവരും ഒഴിച്ച് നമുക്ക് അടപ്പയിൽ വെക്കുകയാണ് അടുത്ത രീതി എന്ന് പറയുന്നത്. 1.5 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഒന്ന് നല്ലതുപോലെ തിളച്ച്, മുന്തിരിയെല്ലാം തിളച്ച് വന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. കാരണം ഓവർ തീയാണെങ്കിൽ വെള്ളമെല്ലാം പറ്റിയൊക്കെ പോകും. എല്ലാം നല്ല മുന്തിരിയെല്ലാം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് ഇത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ സത്തും കളറും ഒക്കെ ഇറങ്ങത്തുള്ളൂ. നമ്മുടെ മുന്തിരിയെല്ലാം നല്ലോണം ഉടച്ച് വന്നാണ്ട് അത് വൃത്തിയായിട്ട് ഉടഞ്ഞു. ഒരു കൃത്രിമമായിട്ട് ഒരു കളറും ചേർക്കേണ്ട കാര്യം വേണ്ട. ഇപ്പോഴേ തന്നെ നല്ല കളർ ഉണ്ട്. ഇങ്ങനെ മുന്തിരിയെല്ലാം ഉടച്ച് അതിന് ശേഷം നമ്മൾ 750 ഗ്രാം പഞ്ചസാരയാണ് ഇടുന്നത് ഇതിൻ്റെ കൂടെ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇച്ചിരി എന്തെങ്കിലും കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ 750 ഗ്രാമാണ് ഇട്ടത്. പഞ്ചസാരയെല്ലാം നല്ലോണം ആഡ് ചെയ്ത് ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലെ ജലാംശം എല്ലാം പോകണം, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. അപ്പോൾ അതൊരു മുഖ്യ ഘടകമാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി സ്റ്റൗ ഓഫ് ചെയ്ത് നല്ലോണം തണുപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം. നല്ലോണം തിളപ്പിച്ച് ഇളം ചൂടോടുകൂടി 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 7-8 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഇതാണ് വൈൻ്റെ പ്രവർത്തനത്തിന് വേണ്ട മുഖ്യ ഘടകം. നമുക്കൊന്ന് മൂടി അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോകും. അപ്പോൾ നമ്മുടെ ഈസ്റ്റിൻ്റെ മിശ്രിതം റെഡിയായിരിക്കുകയാണ്. നല്ലോണം പ്രവർത്തനമൊക്കെ ആയിരിക്കുക. ഇനി നമുക്ക് വയലിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്യണം. ഇവിടെ ഈസ്റ്റ് റെഡിയായി. അപ്പോൾ നമുക്ക് ഇതിന് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ല വൃത്തിയായിട്ട് തണുത്ത് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് ഇവൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് പകർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ജാറോ അല്ലെങ്കിൽ നല്ല ഭരണിയോ ഒക്കെ ആയിരിക്കണം. നമ്മളിപ്പോൾ ഇത് ഒഴിച്ചു വെക്കാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭരണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് പിന്നെ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ജാറോ എന്തെങ്കിലും നിങ്ങൾക്ക് വീട്ടിലുള്ളത് ഉപയോഗിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും, ഏത് പാത്രമായാലും ഒരു 3/4% മാത്രമേ നമ്മൾ ഒഴിച്ചു വെക്കാവുള്ളൂ. കാരണം ഇത് പ്രവർത്തനമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും അലൂമിനിയം പാത്രത്തിൽ ഒഴിച്ചു വെക്കരുത്. നമ്മുടെ വൈൻ്റെ കൂട്ടെല്ലാം റെഡിയായി ഭരണിയിൽ ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു തുണിയിട്ട് ഇതൊന്ന് ഭദ്രമായിട്ട് കെട്ടി നമുക്ക് വെയിലില്ലാത്തടുത്ത് വെക്കണം. കാരണം വെയിലടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇതിപ്പോൾ നമ്മളൊരു 10-11 മണിയായി കെട്ടുന്നത്. അതേ സമയത്ത് നാളെ ഒന്ന് വൃത്തിയായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കണം. ഏതാണ്ട് ഏകദേശം 1 ദിവസമായി. നമുക്കൊന്ന് അഴിച്ചു നോക്കാം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തുവാണെന്നുള്ളത്. ഏതാണ്ട് നോക്കട്ടെ എന്തായാലും ഒന്ന്. ദൈവമേ,
ആ അടിപൊളിയായിട്ട് വേണ്ട നല്ല വൃത്തിയായിട്ടത് നല്ലോണം പതഞ്ഞ് എല്ലാം മിക്സായി നല്ല മണവും നല്ല പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പരമാവധി നമ്മൾ തടിയുടെ തവി തന്നെ കൊണ്ട് ഉപയോഗിക്കണം. അത് ഈ ഉപയോഗിക്കുന്നത് വേറെ ഒന്നിലും നമ്മൾ ഉപയോഗിച്ചതും ആവരുത്. കാരണം ഇതിന്റെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അത് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് തീരുന്നിടം വരെ ഇത് തന്നെ ഉപയോഗിക്കണം. അല്ലാതെ ഈ കറിയിലൊക്കെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളത്തിന്റെ അംശം പോലും ഇതിൻ്റെ അകത്ത് വരരുത്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം കഴിഞ്ഞ് ഒന്ന് ഇളക്കി നമ്മൾ ഇനി ഒന്നും കൂടി ഒന്ന് കെട്ടി വെച്ചിട്ട് നാളെ ഇതേ സമയത്ത് ഒരു പ്രാവശ്യവും കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂന്നാമത്തെ ദിവസം നമുക്കിത് അരിച്ചെടുക്കാം. വൈൻ കെട്ടി വെച്ചിട്ട് ഇന്ന് 2 ദിവസം കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ദിവസം ഇനിയൊന്ന് അഴിച്ച് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. എന്നാലും നമുക്ക് അരിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പൊ എല്ലാം റെഡി ആയിരിക്കുക. നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുത്ത് നമുക്ക് അരിച്ചെടുക്കാം. അതുകൊണ്ട് എല്ലാം റെഡി ആയിരിക്കുക. വേണ്ട നല്ല കറക്റ്റ് കളറൊക്കെ ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് വന്നു. അതുകൊണ്ട് നല്ല അടിപൊളി വൈന നല്ല മണവും ഒക്കെ ഉണ്ട്. നല്ലതുപോലെ വെന്തതായതുകൊണ്ട് ഇത് ഇനി ഒന്നും പിഴിയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ ജ്യൂസ് മാത്രം നമ്മൾ ഊറ്റിയെടുത്താൽ മതി. മുന്തിരിയെല്ലാം നല്ലോണം വെന്ത് നല്ല റെഡിയായി പാകത്തിന് റെഡിയായത്. നമ്മുടെ കോഴി താണ്ട ഇത്രയേ ഉള്ളൂ. 1 കിലോ മുന്തിരി എടുത്താൽ നല്ലോണം വെന്തത് കൊണ്ട് മൊത്തം ചാറ് ഇതിൻ്റെ അകത്ത് ഇറങ്ങി എല്ലാം. ഇത് നമ്മൾ കൈ കൊണ്ടൊന്നും പിഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒഴിക്കരുത്. അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസവും മട്ടിയൊക്കെ ആകും. അതുകൊണ്ട് കംപ്ലീറ്റും വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി. ഇതാ നല്ലത്. കണ്ടോ വൈൻ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി നമ്മളൊരു വെള്ള തുണിയോ തോർത്തോ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തരി മട്ടി പോലും അടിയിൽ പോകത്തില്ല. അത് ഇരിക്കാനും ഇവിടെ നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മളതുകൊണ്ടാണ് ഈ ഒരു രീതിയും കൂടി ചെയ്ത് കാണിക്കുന്നത്. മട്ടി കുറവാണ്, എന്നാലും ഈ ഒരു രീതി നല്ല ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ നല്ല നല്ല കണ്ണീര് പോലെ ഇരിക്കും. നല്ല രസമാണ്. നമുക്കൊരു കുപ്പിയിലോട്ട് ഒന്ന് ഒഴിച്ച് എടുക്കാം. വേണ്ട നല്ല ഒറിജിനൽ സാധനം, ഒറിജിനൽ കളർ ഒന്നും ഇടാത്തത് കൊണ്ട് വേണ്ട ഒഴിച്ചു വെക്കാം. ഫുൾ നമ്മൾ ഒഴിക്കരുത്. കാരണം അതിന്റെ പ്രവർത്തനം ഉള്ളത് കൊണ്ട് നമ്മൾ പോവും. അതിനുശേഷം നമ്മൾ അടയ്ക്കുമ്പോൾ കൂടുതലും മുറുക്കി അടയ്ക്കരുത്. കാരണം എയറ് പോകത്തക്ക രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. സാധാരണ ഈ ഗോർക്കടപ്പൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അടപ്പാണെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് നമ്മൾ അടച്ചു വെക്കാവുള്ളൂ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. നല്ല എന്തായാലും നമ്മുടെ സംരംഭം വിജയിച്ചെന്ന കാഴ്ചയിൽ എൻ്റെ ഗുണവും കൂടിയൊക്കെ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ 3 ദിവസം കൊണ്ടാണ് ഈ വൈൻ തയ്യാറാക്കിയത്. പക്ഷേ എങ്കിലും ഇതിൻ്റെ നല്ല വീര്യമുണ്ട്, നല്ല കളറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ക്രിസ്മസ് ഒക്കെ അല്ലേ, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന. അപ്പോൾ എല്ലാവർക്കും ബായ്.